ലീഡേഴ്സ് മോർണിംഗിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. ലീഡേഴ്സ് മോർണിംഗിലേക്ക്. ഗുഡ് മോർണിംഗ് PJ കുര്യൻ. ഗുഡ് മോർണിംഗ്. കേൾക്കാൻ കുറച്ച് താമസമുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഈ കോൺഗ്രസിലെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം ഇപ്പോൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി മറ്റുള്ള പ്രാദേശിക ഭാരവാഹികളെ, ജില്ലാതലത്തിലുള്ള നേതാക്കന്മാരെയൊക്കെ കണ്ടെത്തുന്ന തരത്തിലുള്ള ആ പ്രക്രിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മുതിർന്ന നേതാക്കളുടെ വർഷങ്ങളുടെ ഒരു അനുഭവ പരിചയം അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ ഉള്ള വിമർശനം ഉയർന്നിട്ടുണ്ടല്ലോ. ആ വിമർശനം നിലനിൽക്കുന്നതാണോ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ വർഷങ്ങളായിട്ടുള്ള അനുഭവ സമ്പത്ത് ഉപയോഗിക്കില്ല എന്നാര് പറഞ്ഞു? നമ്മൾ KPC പ്രസിഡൻറ്റിനെയും ഭാരവാഹികളെയും നിയമിച്ചിരിക്കുന്നത് അവർ പ്രവർത്തിക്കുവാനും സീനിയറായി അനുഭവ സമ്പത്തുള്ളവരുടെ അനുഭവങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അനുഭവ സമ്പത്തുള്ളവരുടെ എല്ലാം അനുഭവവും പരിചയവും പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഉപയോഗിക്കപ്പെടും. അതിനാർക്കും സംശയം വേണ്ട. റൈറ്റ്. ഈ പുതിയ ഭാരവാഹി നിയമനങ്ങളോടെ പാർട്ടിക്കുള്ളിൽ ഒരു പുതിയ സ്വഭാവത്തിലുള്ള ഗ്രൂപ്പിസമൊക്കെ രൂപപ്പെടുന്നുണ്ടോ എന്നുള്ള ചർച്ചകളും സംശയങ്ങളും ഒക്കെ വളരെ സജീവമാണ്. പഴയ രീതിയിലുള്ള AI ഗ്രൂപ്പിൻ്റെ ഒരു സ്വഭാവത്തിലല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? ഞാൻ വർഷങ്ങളായി ഗ്രൂപ്പിസത്തെ എതിർക്കുന്ന ആളാണ്. ഒരു ഗ്രൂപ്പിലും ഇല്ലാതെ കഴിഞ്ഞ 15 വർഷമായി ഞാൻ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ ലിസ്റ്റ് വന്നപ്പോൾ എനിക്കൊരു സംശയവുമില്ല, ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഗ്രൂപ്പിൻ്റെ ഇമ്പാക്റ്റ് ഇല്ലാത്ത, സ്വാധീനമില്ലാത്ത, നിഷ്പക്ഷമായ ഒരു ലിസ്റ്റ്, അതുപോലെ സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചിരിക്കുന്ന ഒരു ലിസ്റ്റാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പാർട്ടിയുടെ ഈ ആഭ്യന്തര ഘടനയും പ്രവർത്തനക്ഷമതയും ഒക്കെ ഈ പുനഃസംഘടന കൊണ്ട് മെച്ചപ്പെടും എന്നാണോ കരുതുന്നത്? അതല്ലെങ്കിൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് കരുതുന്നത്? അല്ല, അത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നേരത്തെ മോശമായിരുന്നു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. പാർലമെൻറ്റ് ഇലക്ഷനിൽ നല്ല വിജയം ലഭിച്ചു. അതുപോലെ പഞ്ചായത്ത് ഇലക്ഷനും നമ്മൾ പാർട്ടി സജ്ജമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു പുതിയ നേതൃത്വം വേണം, കുറേ കൂടെ ഊർജ്ജവും വേണം. അതുപോലെ തന്നെ ഒരു പുതിയ യങ്ങർ ജനറേഷൻ വേണം എന്നുള്ള അഭിപ്രായം നേതൃത്വത്തിനുണ്ടായപ്പോൾ ഉണ്ടായൊരു പുനഃസംഘടനയാണ്. എന്തായാലും ആ പുനഃസംഘടന ഗുണത്തിനാണ്, കൂടുതൽ പാർട്ടിക്ക് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തുടർച്ചയായി 2ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വിജയം എന്നത് ഒഴിവാക്കാനാവാത്തതുമാണ്. അപ്പോൾ ഈ പുതിയ ഭാരവാഹികൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതിപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഏത് നേതൃത്വം വന്നാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇനി ഇടതുപക്ഷം വരിക എന്നുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല. കാര്യം ജനങ്ങൾ അത്രമാത്രം ഈ ഗവൺമെൻറ്റിനെ വെറുത്തിരിക്കുകയാണ്. നേരത്തെ ഉള്ള നേതൃത്വമായിരുന്നെങ്കിലും നമ്മൾ ഭൂരിപക്ഷത്തിലെത്തുമായിരുന്നു, ഒരു സംശയമില്ല. പക്ഷേ അത് കുറേ കൂടെ ബലപ്പെടുത്തുവാനും അത് കുറേ കൂടെ ശക്തിപ്പെടുത്തുവാനും പുതിയ നേതൃത്വത്തിന് കഴിയും എന്നാണ് എല്ലാവരുടെയും. എന്തായാലും ഇതൊക്കെ വിചാരിക്കുമ്പോഴും ചില അഭിപ്രായ ഭിന്നതകളും ഒക്കെ പ്രശ്നങ്ങളും എതിർപ്പുകളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ 8 MP ആദ്യം തന്നെ പങ്കെടുത്തില്ല ഈ പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുമ്പോൾ എന്നൊക്കെയുള്ള സ്ഥിതിയുണ്ട്. പക്ഷേ ഈ അങ്ങനെ വേർപെട്ട് നിൽക്കുന്നവരെ എല്ലാം ഒരുമിപ്പിക്കാനും ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനും ഈ നേതാക്കൾക്ക് കഴിയുമോ? അല്ല, അതിപ്പം എപ്പോഴും പൊളിറ്റിക്കൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പലവിധമായ വെല്ലുവിളികളുണ്ട്. ഇപ്പം പുതിയ നേതൃത്വം ഒരു കുറേ കൂടെ യങ്ങർ
അതാ നേതൃത്വമാണ്. ഒന്നാമത് അവർക്ക് സീനിയേഴ്സിനെ സഹകരിപ്പിച്ച് എല്ലാവരെയും സഹകരിപ്പിച്ച് കൊണ്ടുപോകണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത് ഈ കേരളത്തിലെ സാമുദായിക സന്തുലിതാവസ്ഥ, അത് കോൺഗ്രസ്സിന് എപ്പോഴും പ്രധാനമാണ്. ഈ ലിസ്റ്റ് ആ സന്തുലിതാവസ്ഥ അംഗീകരിക്കുന്നതും അതിനനുയോജ്യമായ രീതിയിലുള്ളതാണ്. അപ്പം എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് നിർത്തുക എന്നൊരു കാര്യമുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും, കാര്യം കോൺഗ്രസ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പാർട്ടിയല്ല, ഒരു ജാതിയുടെ പാർട്ടിയല്ല, ഒരു മതത്തിൻ്റെ പാർട്ടിയല്ല, ഒരു സെക്ഷൻ്റെ പാർട്ടിയല്ല. എല്ലാ വിഭാഗം ജനങ്ങളും ഉള്ള പാർട്ടിയാണ്. അപ്പോൾ എല്ലാവരെയും സഹകരിപ്പിച്ച് വിഭാഗങ്ങളും കോൺഗ്രസ്സിനോട്ടുണ്ട്. അത് ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും തൊഴിലാളികളായാലും അഭ്യസ്തവിദ്യരായാലും കർഷകരായാലും കർഷക തൊഴിലാളിയായാലും എല്ലാ വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ്സിനോട്ടുണ്ട്. അതുകൊണ്ട് ആ വോട്ടുകളെല്ലാം സംയോജിപ്പിച്ച് കോൺഗ്രസ്സിൽ എത്തിക്കുക എന്നുള്ളത് വലിയ ആയാസകരമായ പ്രവൃത്തിയാണ്, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഒരു യങ്ങർ ജനറേഷൻ, കൂടുതൽ ഡൈനമിക്കായിട്ടുള്ള, കൂടുതൽ ഊർജ്ജമുള്ള ഒരു യങ്ങർ ജനറേഷനെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ആ ദൗത്യം നന്നായി ചെയ്യുവാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും ഒരു തലമുറ മാറ്റം എന്നത് കോൺഗ്രസിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ നിങ്ങളെപ്പോലുള്ളവരൊക്കെ വളരെ ഊർജ്ജസ്വലരായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പഴയ തലമുറയുടെ അതല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്തും പുതിയ തലമുറയുടെ ഊർജ്ജസ്വലതയും സമന്വയിപ്പിക്കാൻ വേണ്ട ഇടപെടൽ അനിവാര്യമല്ലേ? അല്ല, അത് സമന്വയിപ്പിക്കുമല്ലോ. അതിപ്പം മുതിർന്ന നേതാക്കളുടെ അനുഭവവും അവരുടെ പരിചയം കൂടെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയുടെ ബാക്കി പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത്. അല്ലാതെ മുതിർന്ന നേതാക്കളെ ആരെയും പാർട്ടിയിൽ നിന്ന് പുറത്ത് ഇപ്പം ഈ അതായത് ഓടി നടക്കേണ്ട ഫീൽഡിൽ, എന്താ ഞാൻ പറയുന്നില്ല, ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഫോർവേഡ് എന്നുണ്ട്, ഓടി നടക്കേണ്ടവരുണ്ടല്ലോ. ഓടി നടക്കേണ്ട ആ യുവ നേതൃത്വമാണ് ഇപ്പോൾ വേണ്ടത്. പക്ഷേ ആ യുവ നേതൃത്വത്തിന് പിൻപിൽ നിന്നും കൂടെ നിന്നും മുൻപിൽ നിന്നും പിന്തുണ നൽകുവാനും പ്രവർത്തിക്കാനും മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ടാകും. അതിനെന്താ സംശയം? അന്ന് ഇന്നലെ പിന്നെ ഈ സ്ഥാന ഏറ്റെടുക്കൽ ചടങ്ങുണ്ടല്ലോ, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഞാനും പോയേനെ. എനിക്ക് പോകാൻ കഴിയാഞ്ഞത് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ഇന്നലെ ദിവംഗതനായി. ഞങ്ങൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട എം ജി കണ്ണന് മരിച്ചതിലുള്ള ദുഃഖം കൊണ്ടും അതിൻ്റെ അനുശോചനത്തിൽ പങ്കെടുക്കാനും ഞങ്ങൾ പോകാതിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ആർക്കും ഒരു ആശങ്ക വേണ്ട. ഈ ടീമിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും എന്ന് മാത്രമല്ല, ഈ ടീമിന് ഈ പാർട്ടിയെ ഭരണത്തിലേക്ക് പഞ്ചായത്തിലും അസംബ്ലിയിലും നല്ല ഭൂരിപക്ഷത്തോടെ എത്തിക്കാൻ കഴിയും, ഒരു സംശയമില്ല. ഒരു ലീഡർ എന്ന നിലയിൽ വളരെ അഗ്രസീവായ ആ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു കെ സുധാകരൻ. അപ്പോൾ കെ സുധാകരന് പകരമാവുമോ സണ്ണി ജോസഫ് എന്നുള്ള ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുന്നു. അതുപോലെ തന്നെ ഒന്നാണ്, ഇപ്പോൾ CPIM ആണ് ഭരിക്കുന്നത്. CPIMന് പകരമായി ഈ കോൺഗ്രസിൻ്റെ സംഘടനാ ശരീരത്തെ ആ നിലയ്ക്ക് കരുത്തുറ്റതാക്കാൻ കഴിയുമോ ഈ നേതൃത്വത്തിന് എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അല്ല, അതിപ്പോൾ ഞാൻ പറയാം, അതിപ്പം ആ ചോദ്യം വളരെ പ്രശ്നമാണ്. CPI ഒരു കേഡർ പാർട്ടിയാണ്, അവർക്ക് കേഡർ പാർട്ടിയുടെ സംവിധാനം. കോൺഗ്രസ് ഒരു മാസ് പാർട്ടിയാണ്. അപ്പോൾ കേഡർ പാർട്ടിക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്, മാസ് പാർട്ടിക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ ഉണ്ട് ഓൾറെഡി. ഇപ്പോൾ തന്നെ ഞാൻ പറയാമല്ലോ, കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഞാൻ പറയുകയാണ്, ഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് ആഗ്രഹിക്കുന്നത് ഈ ശ്രീ പിണറായി ഗവൺമെൻറ് ഒഴിഞ്ഞു പോകണമെന്നാണ്. ഞാനൊരു കാര്യം കൂടെ പറയാം, കമ്മ്യൂണിസ്റ്റ് CPM പ്രവർത്തകർ പോലും അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞങ്ങൾക്കങ്ങനെയുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ കേഡറിന് പുറത്ത് ഒരു മാസ് സപ്പോർട്ടുണ്ട്. ആ മാസ് സപ്പോർട്ടിനെ ഒരുമിച്ച്, ചിലപ്പോൾ ആ മാസ് സപ്പോർട്ട് എതിരാവില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചില സമയത്ത് അത് എതിരായിട്ടുണ്ടെന്ന്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ മാസ് സപ്പോർട്ട് പൂർണ്ണമായിട്ടുണ്ടാകും എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയല്ല, എന്നാലും ഔദ്യോഗിക ഭാരവാഹിയുള്ള ഭാഗത്തുള്ള ആയിരക്കണക്കിന് ആളുണ്ട്. ബൂത്ത് പ്രസിഡന്റ് മുതൽ അങ്ങ് KPC പ്രസിഡന്റിനിടയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്, ഔദ്യോഗിക ഭാരവാഹിത്വമുള്ളവർ. അവരെല്ലാം ഒറ്റക്കെട്ടായെന്ന് പ്രവർത്തിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ
വലിയ വിജയം. ആർക്കും ഒരു സംശയം വേണ്ട. കാര്യം വെച്ചാൽ ഇത്രയും ജനദ്രോഹപരമായ ഒരു ഗവൺമെൻറ്റിനെ വാസ്തവ അതായത് അഭ്യസ്തവിദ്യരായ യുവാക്കളുള്ള ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ ടോളറേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. തീർച്ചയായും. എന്തായാലും ഈ എല്ലാവരുടെയും പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ ഈ ഭാരവാഹിത്വ നിർണയത്തിലൊക്കെ കൃത്യമായ ഒരു വിന്നിങ് ഇക്വേഷൻ എന്താണ്, തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള സാമുദായിക ഇക്വേഷൻ എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ച് തന്നെയാണ് ആളുകൾ നിയോഗിച്ചിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അപ്പോൾ ബി ജെ പിയുടെ വെല്ലുവിളിയെ നേരിടാൻ തക്കവണ്ണമുള്ള ഒരു ഇക്വേഷനായി ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒപ്പം ഈ കഴിഞ്ഞ തവണ ഒഴുകിപ്പോയ ഈഴവ വോട്ടുകളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള ഒരു സംവിധാനമായി ഇത് പരുവപ്പെടുമെന്ന് എങ്ങനെ കരുതാനാവും? അല്ല, അതിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വാസ്തവത്തിലെ ഇലക്ഷനിൽ ഈഴവ വോട്ട്, ക്രിസ്ത്യാനി വോട്ട്, അല്ലെ നായർ വോട്ട് ഇങ്ങനൊന്നും അങ്ങനെ നോക്കാറില്ല. വാസ്തവത്തിൽ ജനങ്ങളുടെ വോട്ട് എന്നുള്ളതാണ് കാര്യം. കോൺഗ്രസിൻ്റെ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മതേതരത്വമാണ്. കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ ആദർശം മതേതരത്വമാണ്. അപ്പം അതുപോലെ തന്നെ ജനാധിപത്യം, ബഹുസ്വരത, ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ഈ മൂന്ന് ആശയങ്ങളിൽ കൂടെ യോജിക്കുന്നവരാണ് ഈ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും. അപ്പോൾ ആ ഒരു ജനങ്ങളുടെ ജനകീയ പിന്തുണ ഞങ്ങൾക്ക് കിട്ടും. പക്ഷേ ഞങ്ങൾ സമ്മതിക്കുന്നു, ഇപ്പം CPM-ൻ്റെ കേഡറോ അതുപോലെ ശക്തമായ ഐഡിയോളജിക്കലായ CPM-നോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ വോട്ട് ചെയ്യണമെന്നില്ല. അവർ ഈ ദുർഭരണത്തെ നോക്കുന്നു. ദുർഭരണം എന്തായാലും, എന്തോ ഭരണമായാലും, അപ്പോൾ സ്റ്റാലിൻ്റെ ഏകാധിപത്യമായാലും ഇപ്പോൾ ഒരു ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നത്, ആർക്കാ സംശയം? അപ്പോൾ അതായാലും ഞങ്ങൾ ഐഡിയോളജിക്ക് വേണ്ടിയാണ് എന്ന് കരുതി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ CPM ജയിച്ചത് ആ CPM കേഡറിൻ്റെ വോട്ട് കൊണ്ട് മാത്രമല്ല. CPM ജയിച്ചത് കേരളത്തിലെ CPM-ൻ്റെ പ്രവർത്തകരല്ലാത്ത ജനങ്ങൾ കൂടെ അങ്ങോട്ട് വോട്ട് ചെയ്തതാണ്. ആ ജനങ്ങൾ ഈഴവരായാലും ക്രിസ്ത്യാനിയായാലും നായർ ആരായാലും ആ ജനങ്ങൾ CPM-നെ ഇത്തവണ കൈവിടും. റൈറ്റ്. എന്തായാലും ഈ പുനഃസംഘടനയിൽ വലിയ പ്രതീക്ഷയിലും ശുഭാപ്തി വിശ്വാസത്തിലുമാണ് ശ്രീ പി ജെ കുര്യൻ. നന്ദി ശ്രീ പി ജെ കുര്യൻ, ഈ രാവിലെ തന്നെ ഹലോ മലയാളത്തോട് സഹകരിച്ചതിന്. താങ്ക് യു. എന്തായാലും എല്ലാവരുടെയും പ്രസ്ഥാനം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ തീരുമാനങ്ങളൊക്കെ കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ പി ജെ കുര്യൻ പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇനി പുനഃസംഘടനയുടെ ബാക്കി പത്രം എന്നുള്ളതും. ഇപ്പോഴുള്ള അസ്വാരസ്യങ്ങളും തർക്കങ്ങളും ചെറിയ പരിഭവങ്ങളുമൊക്കെ വൈകാതെ അവസാനിപ്പിക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിയുമോ എന്നതുമൊക്കെ നമുക്ക് വൈകാതെ മനസ്സിലാക്കാം.